ഹലോ, അങ്ങനെ നമ്മുടെ നോമ്പും ഇഫ്താറും ഒക്കെ കഴിയാറായി അല്ലേ? അപ്പോൾ ഇന്നത്തെ ഇഫ്താറിന് നല്ല സൂപ്പർ ടേസ്റ്റിന് നല്ല ക്രിസ്പി ആയിട്ടൊരു ചിക്കൻ റോൾ റെഡിയാക്കി എടുത്താലോ? അതും വളരെ സിമ്പിളായിട്ട്. അപ്പോൾ നമ്മളിത് ബ്രെഡ് വെച്ചിട്ടാണ് റെഡിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ റോളിൻ്റെ റെസിപ്പിയും അതുപോലെ നമ്മുടെ കുറച്ച് ഇഫ്താർ ഐറ്റംസും ആണ് ഈ വീഡിയോയിൽ. അപ്പോൾ നമ്മുടെ റോൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാമേ. അപ്പോൾ അതൊന്ന് വെന്ത് വരുന്ന ടൈമിന് ഇവിടെ ഫില്ലിങ്സിനുള്ള സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു 2 മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി അതിനകത്തേക്ക് ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാളയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവാളയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ കുറച്ച് ഗരം മസാല പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി സെറ്റ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വെച്ച് വയ്ക്കുന്നുണ്ട്. ഒരുപാട് നേരമൊന്നുമില്ല, 1 മിനിറ്റിൽ താഴെയൊക്കെ മതിയാവും. ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ആദ്യം പുഴുങ്ങി വെച്ചിരുന്ന ചിക്കനാണ്. അത് കൈകൊണ്ടൊന്ന് പിച്ചിയെടുത്ത് ചെറിയ പീസാക്കി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കനിലേക്ക് ഈ മസാലകളൊക്കെ ഒന്ന് പിടിച്ച് സെറ്റായി വരുന്നത് വരെ ഒന്ന് നന്നായിട്ട് തന്നെ സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. അതിൽ മസാലകളും സവോളയൊക്കെ നന്നായിട്ട് ചിക്കനിലൊന്ന് പിടിച്ച് സെറ്റായി വരുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി അതിനുശേഷം ഇതിനകത്തേക്ക് കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതും കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മുടെ റോളിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് ഏകദേശം റെഡിയാവും. അപ്പോൾ ഫില്ലിങ്സ് എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് നേരം ഇതൊന്ന് അടച്ച് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡാണ്. ബ്രെഡിൻ്റെ 4 സൈഡും കട്ട് ചെയ്ത് അതിൻ്റെ വൈറ്റ് പോർഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ കട്ട് ചെയ്തെടുത്ത സൈഡ് പോർഷൻസ് കളയേണ്ട ആവശ്യമില്ല. ഇത് തന്നെ നമ്മൾ പൊടിച്ച് ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബ്രെഡ് ചപ്പാത്തി റോൾ കൊണ്ട് ഒന്ന് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ അല്ലാതെ തന്നെ എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഫില്ലിങ്സ് ഈ ബ്രെഡിൽ നമുക്ക് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഈ വെള്ളത്തിൽ നമ്മുടെ കൈ ഒന്ന് മുക്കിയതിന് ശേഷം നന്നായിട്ട് ഈ ബ്രെഡ് ഒന്ന് വെറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ 2 സൈഡും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നനച്ചെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ നനച്ചെടുത്ത ബ്രെഡിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഒന്ന് കുറച്ചെടുത്ത് വെച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് 2 സൈഡും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ബ്രെഡിലും ഫില്ലിങ്സ് വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ ഞാൻ ചെയ്തെടുത്തപ്പോൾ എനിക്ക് ഇവിടെ ഒരു 7 റോള് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും റോൾസ് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചിക്കനും സവാളയും ഒക്കെ ഒന്ന് കൂടുതൽ എടുത്താൽ മതിയാവും. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ടയും അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബ്രെഡിൻ്റെ സൈഡ്സ് എല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ മുട്ടയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്, ബ്രെഡ് ക്രംസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന റോള് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്ത് ഈ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ റോളിനെ കറക്റ്റ് ഷേപ്പിനൊന്ന് ആക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മുടെ എല്ലാ റോൾസും മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ റോൾസ് എല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടാവുന്ന ടൈമിന് നമുക്ക് ഈ റോൾസൊക്കെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ബ്രെഡ് ആയതുകൊണ്ട് എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ സൈഡും ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് അടുത്ത ബാച്ചും ഇതുപോലെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ റോൾസും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് ചിക്കൻ റോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഫ്താറിന് വേണ്ടിയിട്ട് നമ്മുടെ ചിക്കൻ റോളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഹെൽപ്പർ വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം പുള്ളിക്കാരൻ ഇവിടെ നല്ല ബിസിയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഇന്ന് അവൻ്റെ സ്പെഷ്യലായിട്ട് വൈറൽ ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തിരക്കിലായിരുന്നു. അങ്ങനെ ഇഫ്താറിൻ്റെ ടൈം ആയപ്പോഴേക്കും അവൻ്റെ സ്പെഷ്യലും എൻ്റെ സ്പെഷ്യലും ഒക്കെ റെഡിയായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് അറബി വീട്ടിൽ നിന്ന് എന്നത്തെയും പോലെ കുറച്ച് ഫുഡും കൂടി കൊണ്ടു തന്നിട്ടുണ്ട്. അങ്ങനെ ബാങ്ക് കഴിക്കുന്ന ടൈം ആയപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രൂട്ട്സും ജ്യൂസും സ്നാക്സും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നും അറബി വീട്ടിൽ നിന്ന് നമ്മുടെ ലുക്കൈമത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ലുക്കൈമത്ത് ഉണ്ടാകുന്നതാണ് ആദ്യം നോക്കുന്നത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഹാപ്പിയാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് നോമ്പ് തുറന്നതിന് ശേഷം പിന്നെ കഴിക്കാനുണ്ടായിരുന്നത് പാലാടയായിരുന്നേ. പാലാടയുടെ കൂടെ മുട്ടക്കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പാലാടയും മുട്ടക്കറിയും കൂടി കഴിച്ച് ഇന്നത്തെ ഇഫ്താർ ഇവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്